പത്തനംതിട്ട കലഞ്ഞൂരിൽ തുണിക്കട തല്ലിപ്പൊട്ടിച്ച യുവാവ് അറസ്റ്റിൽ. കലഞ്ഞൂർ സ്വദേശി പ്രവീണാണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു തുണിക്കടയുടെ ഗ്ലാസ് തല്ലിപ്പൊളിച്ച് വസ്ത്രങ്ങൾ മോഷ്ടിച്ചത്. കലഞ്ഞൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന തുണിക്കടയുടെ ഗ്ലാസ് കല്ലുകൊണ്ട് പ്രവീൺ ഇടിച്ചു പൊട്ടിച്ചു. കടയിലുണ്ടായിരുന്ന ജാക്കറ്റും 2 ഷർട്ടും മോഷ്ടിച്ച് സ്ഥലം വിട്ടു. സംഭവം അറിഞ്ഞ കടയുടമ ബിജോയ് ജോയ് പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് വെച്ച് പ്രവീണിനെ പിടികൂടി. എറണാകുളം പോകണമെന്നും അതിന് പുതിയ ഷർട്ടും ജാക്കറ്റും ആവശ്യമായി വന്നപ്പോൾ കട തല്ലിപ്പൊട്ടിച്ചു എന്നായിരുന്നു യുവാവ് പോലീസിനോട് പറഞ്ഞത്. ഞാൻ സ്ഥാപനം അടച്ച് 9 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ പോവുകയും ഒരു 11 മണിയായപ്പോഴത്തേക്ക് പെട്രോളിംഗ് ഇറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു. ഇതുപോലെ സ്ഥാപനം തകർന്ന് കിടക്കുകയാണ്, വരാൻ പറഞ്ഞു. അങ്ങനെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ വരികയും ഇത് ഗ്ലാസ് മൊത്തം തകർത്തിട്ടേക്കുകയും സ്ഥാപനത്തിൽ നിന്ന് തുണികൾ മോഷണം പോയത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. നാട്ടിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് പിടിയിലായ പ്രവീൺ. തുണിക്കടയുടെ ഗ്ലാസ് പൊട്ടിച്ചതിന് പിന്നാലെ സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിക്കാനും ശ്രമം നടത്തി. ഇവൻ ആദ്യമായി ചെയ്തത് സ്കൂൾ അടിച്ചു തകർത്തു. സ്കൂളിന്റെ ഗ്ലാസ് റൂമിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. നേരെ ഓപ്പോസിറ്റുള്ള കട അവൻ അടിച്ചു തകർത്തു. ബൈക്ക് അടിച്ചു തകർത്തു, ഒരു കാർ അടിച്ചു തകർത്തു. അങ്ങനെ നിരന്തരം പ്രശ്നത്തിലേക്ക് പോയി അകത്ത് കിടന്നതിന് ശേഷം വീണ്ടും വന്നിട്ട് പിന്നെ അത് തന്നെ തുടരുകയാണ്. അവന് യാതൊരു രീതിയിലും അവൻ മാറുന്ന ലക്ഷണമില്ല. 2 വർഷത്തിനിടെ പ്രവീൺ നാട്ടിൽ നടത്തിയത് നിരവധി അക്രമ സംഭവങ്ങൾ. കലഞ്ഞൂർ സ്കൂളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ATM കൗണ്ടർ തകർക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.